ഹലോ, ശ്രീയാണ്. ദേ ഇങ്ങോട്ട് നോക്കിക്കേ. ഈ പച്ചപ്പും ഹരിതാഭയൊക്കെ കണ്ടില്ലേ? ഇത് കണ്ടിട്ട് ഇവിടെ എല്ലാം കാടും പടലും ആണല്ലോ എന്ന് ചിന്തിക്കേണ്ട. ഇത് എൻ്റെ ഫ്രണ്ട് റേച്ചലിൻ്റെയും ബ്രയാൻ്റെയും വീടിൻ്റെ ബാക്ക് യാർഡാണ്. ഇത് നിറയും ഒരുപാട് ലീഫി വെജിറ്റബിൾസും അതുപോലെ തന്നെ യൂസ്ഫുൾ ആയിട്ടുള്ള ബെനിഫിഷ്യൽ ആയിട്ടുള്ള ഒരുപാട് ഔഷധ ചെടികളും അല്ലാതെയുള്ള ചെടികളും ഒക്കെയാണ് കേട്ടോ. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ പറയുകയാണെങ്കിൽ ഇതിൻ്റെ പേര് കെയിലെന്നാണ്. ആളിങ്ങനെ ഇരിക്കുന്നെങ്കിലും ഇത് നിസാരക്കാരനല്ല. ഇതൊരു ലീഫി ഗ്രീൻ വെജിറ്റബിൾ പ്ലാന്റ് ആണ്. ഇത് ക്യാബേജ് ഫാമിലിയിൽ പെട്ട ഒന്നാണ് കേട്ടോ. ഇത് വളരെയധികം പോപ്പുലറാണ് നമ്മുടെ വെസ്റ്റേൺ കുക്കിങ്ങിൽ. ഇവിടെ വന്നവർക്കും അല്ലെങ്കിൽ വെസ്റ്റേൺ ഫുഡ് ഇഷ്ടപ്പെടുന്നവർക്കും ഒക്കെ, പ്രത്യേകിച്ച് ഷെഫ് ആയിട്ടുള്ള ആൾക്കാർക്കൊക്കെ ഇത് അറിയാമായിരിക്കും. ഇത് നമ്മുടെ ഇമ്മ്യൂണിറ്റിയെയും ഡൈജഷനെയൊക്കെ ഒരുപാട് ബൂസ്റ്റ് ചെയ്യുന്ന ഒന്നാണ്. വെസ്റ്റേൺ കുക്കിങ്ങിൽ സ്മൂത്തി സാലഡ്സൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇത് നമുക്ക് അവോയ്ഡ് ചെയ്യാനേ പറ്റില്ല. ഞാനൊരു സാലഡ് പ്രേമിയാണ്, ഞാനൊരു സ്മൂത്തി ഭ്രാന്തിയാണ്. സോ ഇതൊക്കെ ഉണ്ടാക്കുമ്പോൾ ഞാൻ ഇവിടെ വരാറുണ്ട്. ഇവിടെ വന്നിട്ട് ഇങ്ങനെ ഒരു ഹാൻഡ്ഫുള്ളായിട്ട് ഞാൻ ഇവരോട് ചോദിക്കാറുണ്ട്, ഇവരെനിക്ക് തരാറുമുണ്ട്. സോ ഇത് സാലഡൊക്കെ ഉണ്ടാക്കുമ്പോൾ ഞാൻ ചെയ്യുന്നത് കുറച്ച് ഉപ്പും കുറച്ച് ഒലിവ് ഓയിലും ഒക്കെ ചേർത്തിട്ട് നന്നായിട്ട് ആ സാലഡിലൊന്ന് തിരുമ്മി പിടിപ്പിക്കുകയാണെങ്കിൽ വളരെ സോഫ്റ്റായിട്ട് കിട്ടും, നല്ല ടേസ്റ്റുമാണ്. പിന്നെ നമ്മുടെ വെയിറ്റൊക്കെ കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നവർക്ക്, ഞാൻ എന്നെപ്പറ്റിയല്ല പറഞ്ഞത്, മറ്റുള്ള ആൾക്കാർക്ക്, അതായത് വളരെയധികം ഡിറ്റർമിൻഡ് ആയിട്ടുള്ള ആൾക്കാരെ പറ്റിയിട്ടാണ് കേട്ടോ സംസാരിക്കുന്നത്. അവർക്ക് തീർച്ചയായിട്ടും വെയിറ്റ് ലോസിനൊക്കെ ഒത്തിരി ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒന്നാണ് ഇത്. പിന്നെ ഒരുപാട് ന്യൂട്രിയൻസും പിന്നെ ഹെൽത്തിനൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന ഒന്നാണെന്നാണ് ബ്രയാൻ എന്നോട് പറഞ്ഞത്. പിന്നെ ഇത് സൈഡ് ഡിഷായിട്ടൊക്കെ ഉപയോഗിക്കാറുണ്ട്. ഞാൻ നോക്കട്ടെ, എപ്പോഴെങ്കിലുമൊക്കെ സമയം കിട്ടുമ്പോൾ ഇതുകൊണ്ട് ഞാൻ ഉണ്ടാക്കുന്ന ഡിഷസൊക്കെ നിങ്ങളെ കാണിക്കാം. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്ലാന്റാണ്. ഐ ലവ് ദിസ് പ്ലാന്റ്. ആൻഡ് ഇന്ന് അത്രയേ ഉള്ളൂ. ഒരുപാടുണ്ട് പറഞ്ഞാലും തീരാത്ത അത്രയും കഥകൾ ഉള്ള ഒരു കുഞ്ഞ് പ്ലാന്റാണ് കേട്ടോ ഇത്. ഇവൾ സുന്ദരിയാണ്. ഈ സുന്ദരി പ്ലാന്റിനെ പറ്റിയിട്ട് നമുക്ക് കൂടുതൽ സംസാരിക്കാം വരും വീഡിയോയിൽ. താങ്ക് യു സോ മച്ച്.